ജനുവരി 4 വിശുദ്ധ എലിസബത്ത് ആൻസെറ്റൺ. 1774 ഓഗസ്റ്റ് 28 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഒരു ഭാര്യയും അമ്മയും കൂടാതെ ഒരു സന്യാസ സഭയുടെ സ്ഥാപകയുമായ വിശുദ്ധ ആൻ എലിസബത്ത് സെറ്റൺ ജനിച്ചത്. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന പഴയ സ്ഥാപനത്തിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറും അതോടൊപ്പം അറിയപ്പെടുന്ന ഒരു പ്രൊഫസറുമായിരുന്നു ഈ വിശുദ്ധയുടെ പിതാവ്. എപ്പിസ്കോപ്പൽ സഭാവിശ്വാസ രീതിയിലായിരുന്നു അവൾ വളർന്നു വന്നത്. നല്ല വിദ്യാഭ്യാസവും അവൾക്ക് ലഭിച്ചിരുന്നു. തൻ്റെ ചെറുപ്പകാലം മുതലേ അവൾ പാവങ്ങളോട് കരുണയുള്ളവളായിരുന്നു. 1794 അവൾ വില്യം സെറ്റൺ എന്നയാളെ വിവാഹം ചെയ്തു. ഈ വിവാഹത്തിൽ അവർക്ക് 5 മക്കളുണ്ടായി. വില്യമിൻ്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അവരുടെ സമ്പത്തെല്ലാം ക്ഷയിക്കുകയും അവർ 1803 ഒരു കത്തോലിക്കനും തങ്ങളുടെ സുഹൃത്തുമായിരുന്ന ലിയോർണോ എന്ന ഇറ്റലിക്കാരൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഇറ്റലിയിലെത്തി 6 ആഴ്ച കഴിഞ്ഞപ്പോൾ വില്യം മരിച്ചു. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് 6 മാസത്തിന് ശേഷം വിശുദ്ധ എലിസബത്ത് ആൻ ന്യൂയോർക്കിലേക്ക് തിരികെ പോന്നു. ഇതിനോടകം തന്നെ അവൾ ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറിയിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് അവളുടെ എപ്പിസ്കോപ്പൽ സഭയിൽപ്പെട്ട കൂട്ടുകാരിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 1805 മാർച്ച് 4 അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. തൻ്റെ സുഹൃത്തുക്കളാലും സ്വന്തക്കാരാലും ഉപേക്ഷിക്കപ്പെട്ട എലിസബത്തിനെ ബാൾട്ടിമോറിലെ സൾപ്പീഷ്യൻ സഭയിലെ സുപ്പീരിയർ ആ നഗരത്തിൽ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങുവാൻ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സ്കൂൾ വളർന്നു വികസിച്ചു. കരോളിലെ മെത്രാന്റെ അനുവാദത്തോടുകൂടി സൾപ്പീഷ്യൻ സഭയിലെ സുപ്പീരിയർ എലിസബത്തിനും അവളുടെ സഹായികൾക്കും സന്യാസ ജീവിതം അനുവദിച്ചു. കൂടാതെ സന്യാസ വ്രതവും ആശ്രമ വസ്ത്രങ്ങളും അനുവദിച്ചു. 1809 വിശുദ്ധ തൻ്റെ ചെറിയ സമൂഹവുമായി മേരിലാൻഡിലെ എമിറ്റ്സ്ബർഗിലേക്ക് മാറി. അവിടെ അവർ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ സ്ഥാപിച്ച കരുണയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സഭയിൽ ചേർന്നു. എന്നിരുന്നാലും പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് നീഗ്രോ വംശജർക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ അവൾ ഉപേക്ഷിച്ചിരുന്നില്ല. പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂൾ, അതായത് അമേരിക്കൻ പാരോക്കിയൽ സ്കൂൾ സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് ഈ വിശുദ്ധയാണ്. അധ്യാപകരെ പരിശീലിപ്പിക്കുകയും സ്കൂളുകളിൽ ഉപയോഗിക്കാനായി ധാരാളം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. ന്യൂയോർക്ക് സിറ്റിയിലും ഫിലാഡൽഫിയയിലും ധാരാളം അനാഥാലയങ്ങളും ഈ വിശുദ്ധ സ്ഥാപിച്ചു. 1821 ജനുവരി 4 എമിറ്റ്സ്ബർഗിൽ വെച്ച് വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു. 1963 ജോൺ 23 മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിക്കായി നാമനിർദ്ദേശം ചെയ്യുകയും 1975 പോൾ 6 മാർപ്പാപ്പ എലിസബത്ത് ആൻസെറ്റണെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കും ഈ വിശുദ്ധയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.